മുതൽ 6:30. BR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മകരച്ചൊവ്വയാണ്. അപ്പൊ ഇന്ന് ഒരുവിധം ദേവീ ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവമാണ്. ഇപ്പൊ ഇവിടെ ഈ തിരുവെങ്കിടം അമ്പലത്തിലെ ഉത്സവമാണ്, അതുപോലെ നമ്മുടെ ഈ താമരയൂർ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പൊ അങ്ങനെ ഒരുവിധപ്പെട്ട ഈ ദേവീ ക്ഷേത്രങ്ങൾ, എല്ലാ ദേവീ ക്ഷേത്രങ്ങളും ഉത്സവമാണെന്ന്. വടക്കൻ ജില്ലകളിലുള്ള ഉത്സവ രീതികൾ, അതിന്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാഴ്ചകൾ വരും. അപ്പൊ ആനപ്പൂരം വരും, അതുപോലെ തന്നെ കാവടികൾ വരും, അതുപോലെ ഈ തെയ്യം എന്ന് പറഞ്ഞ പ്രാചീന കലാരൂപങ്ങൾ എന്ന് പറഞ്ഞ തെയ്യം, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ മറ്റേ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഓക്കെ, വെങ്കടാചലൂർ ക്ഷേത്രത്തിലേക്ക് കാഴ്ചകൾ വന്നിട്ടുണ്ട്. പല പല ക്ലബ്ബുകളൊക്കെ ആയിട്ടാണ് വന്നത്. പല പല നല്ല രസകരമായിട്ടുള്ള കാവടി, അതുപോലത്തെ മയിലാട്ടല്ലേ, അങ്ങനത്തെ മനോഹരമായിട്ടുള്ള അമ്മോട് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്, പക്ഷെ നല്ല വെയിലും ഉണ്ട്. ഗുരുവായൂർ അമ്പലത്തിന് എഴുന്നള്ളിച്ചിട്ടാണ് അത് വരുന്നത് കേട്ടോ. അപ്പൊ അതെന്താ വെച്ചാൽ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഓരോ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ ക്ലബ്ബുകാരുടെ പരിപാടികളാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒറ്റ ദിവസമാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത്. ആ ഉത്സവത്തിന് തകർപ്പൻ പ്രോഗ്രാംസുകളൊക്കെ ആയിരിക്കുമല്ലോ, കാവടിയായിട്ടും മറ്റു ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ സംഭവമായിരിക്കും അത്. ഓരോ പുതിയ എല്ലാ ജനറേഷനൊക്കെ കാണാൻ തമ്പോലൊക്കെ ഇല്ല, തമ്പോറൊക്കെ അതുപോലെ VMK ഒക്കെ എടുക്കണ സംഭവം ഉണ്ട്. അത് ആയോ തന്നെ ഉള്ളു. അതൊക്കെ അവിടുന്നാണ് അത് വന്നുകൊണ്ടിരിക്കുകയാണ്, കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ.
ഈ കാഴ്ചകളെല്ലാം കണ്ടില്ലേ, നമ്മളെല്ലാ കാഴ്ചകളും പോകണില്ലേ, അത് നമ്മുടെ കുതിരത്തെ മേൽപ്പാലത്തിന്റെ മുകളിൽ കൂടെയാണ്. മേൽപ്പാലത്തിലൂടെ ആദ്യമായിട്ട് പോണത് ഈ കാഴ്ചകളൊക്കെയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് പോകുന്നത് അല്ലെ? ആദ്യമായിട്ടല്ലേ? മേൽപ്പാലം വന്നുകൊണ്ടാണ് ഒരുപാട് സൗകര്യങ്ങളായി ഇപ്പൊ ആൾക്കാർക്ക് മാത്രല്ല ഇപ്പൊ അമ്പലത്തേക്ക് പോകാനാണ്. അമ്പലത്തേക്ക് ഇപ്പൊ ഈ കാഴ്ചകളൊക്കെ വരുന്നുള്ളൂ. എന്ത് രസമായിട്ടാ വന്നിരുന്ന കാഴ്ചകള്, നല്ല സ്റ്റൈലാണ്. നമ്മുടെ വടക്കൻ ജില്ലകളിലെ ഉത്സവം എന്ന് പറഞ്ഞാല് ഒറ്റ ദിവസം കൊണ്ടാണ് ഉത്സവം അവസാനിപ്പിക്കുന്നത്. അന്ന് ഒരുപാട് ഈ ക്ലബ്ബുകാര് കൂടിയിട്ട് ഉത്സവം നിരത്തുന്നത്. അപ്പൊ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർഭാടപരമായിട്ട് അടിച്ചുപൊളിയാണ് അന്നത്തെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നത്. നമ്മുടെ വടക്കൻ ജില്ലയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടത്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ നാട്ടുപൂരങ്ങളാണ് കൂടുതൽ വരിക അല്ലേ? അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്പോൺസർമാരില്ല. അത് നാട്ടുകാർ തന്നെ കൂടിയിട്ട് ഒരു ഈ ക്ലബ്ബ് ഉണ്ടാക്കും.
എന്നിട്ട് അതിൽ നമ്മൾ ഫണ്ട് സ്വരൂപിച്ച് അവരാണ് ഓരോ കാഴ്ചകളായിട്ട് കൊണ്ടുവരുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു പൊളിച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന നാടൻ കലാരൂപങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? പല എന്ത് രസമാണ്. എന്താ വെച്ചാൽ പ്രകൃതി നല്ല ഭംഗിയാണ്, നല്ല കളറും ഇതുപോലത്തെ രീതികളും നല്ല നാടനായിട്ടുള്ള പണ്ടത്തെ രീതിയിലൊക്കെ. അതെ, നമ്മുടെ എന്താ പറയാ, പ്രകൃതി പോലും അതിൽ ലയിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. അത്രയും നല്ല രസമായിട്ട് ഇപ്പൊ ആ വെളിച്ചപ്പാട് അകത്തുനിന്ന് ഇറങ്ങി വരുന്നതും മറ്റേ വെളിച്ചപ്പാട് വന്ന് അവർ തമ്മിലുള്ള സംസാരങ്ങളും അതൊക്കെ എന്ന് പറഞ്ഞാൽ നാടനാണ്. അതൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാലും നമ്മൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാലും നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.